ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഫോൺ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി. വാട്സപ്പ് കുറേ മെസ്സേജുകൾ, കുറേ കോൾസ്, ഇൻസ്റ്റഗ്രാമിൽ കുറേ മെസ്സേജുകൾ, ടെക്സ്റ്റ് മെസ്സേജുകൾ, ഒരുപാട് മെസ്സേജുകൾ. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. എന്താണ് എനിക്ക് പറ്റിയത്, വീണ്ടും നാടകം ആവർത്തിച്ചോ എന്നുള്ളതൊക്കെയാണ് ചിലർക്ക് അറിയേണ്ടത്. അതിലൊരു മെസ്സേജ് എനിക്ക് വളരെ വിഷമമായിപ്പോയി കേട്ടോ. ഞാൻ മെസ്സേജല്ല, കമൻറ്റ്, ഞാനത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഒന്ന് നോക്കിയതായിരുന്നു. ഒരു അമ്മൂസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു സ്ത്രീ കാണാൻ സുന്ദരിയല്ലേ? കണ്ടില്ലേ, എല്ലാവരും കണ്ടില്ലേ? ഈ ഒരു സ്ത്രീ ഇട്ട കമൻ്റ് എന്താണെന്നറിയോ? ശവത്തിനെ കാലിന് പോലും വേണ്ട, ഒന്ന് പോയി കിട്ടിയെങ്കിൽ ദൈവമേന്ന്. അമ്മൂസേ, ഞാൻ എന്തുവാണോ നിന്നോട് ചെയ്തത്? അറിയാത്തോണ്ട് ചോദിച്ചതാട്ടോ കുട്ടിയെ. ഞാൻ നിന്നോട് ഞാൻ ആരുടെ ഒരു ഉപദ്രവത്തിനും പോകാത്തൊരു വ്യക്തിയാണ്, അതുകൊണ്ട് ചോദിച്ചത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിനൊരു വിഷമം തട്ടി. അപ്പോൾ എനിക്ക് മെസ്സേജ് മറുപടി കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്താൽ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയേണ്ട ആൾക്കാരുണ്ട്, അവർ തന്നെ അങ്ങ് കണ്ടോളുമല്ലോ എന്ന് കരുതിയിട്ട് മാത്രം എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയതല്ല. എനിക്ക് പീരീഡ്സിൻ്റെ ടൈം ആവാറായിട്ടുണ്ട്. ആയിട്ടില്ല കേട്ടോ, ആവാറായിട്ടേ ഉള്ളൂ. ആവാറാവുന്ന ആ സമയം തൊട്ടിട്ട് ആയി കഴിയുന്നത് വരെ എനിക്ക് ഭയങ്കര പെയിനായിരിക്കും. അതേപോലെ മൈഗ്രെയിൻ അറ്റാക്ക് ആ ഒരു സമയത്ത് എന്തായാലും വരുന്നൊരു സംഭവമാണ്. അപ്പോൾ മൈഗ്രെയിൻ അറ്റാക്ക് രാവിലെ തന്നെ വന്നു, കണ്ണ് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഇങ്ങനെ പിടിച്ചിട്ടാട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പം അറ്റൻഡർ എന്നോട് ചോദിച്ചു, കണ്ണിന് എന്തെങ്കിലും പോയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കണ്ണിലൊന്നും പോയിട്ടില്ല, വെളിച്ചമാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയാമല്ലോ, തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം മിക്കതും ഞാൻ ഗവൺമെൻറ്റിലേക്കാട്ടോ പോവാറ്. കാരണം നിങ്ങൾ വിചാരിക്കും ഞാൻ കളിയാക്കി പറയും പോലെ പെട്രോൾ ലാഭിക്കാൻ വേണ്ടിയിട്ട് കാർ എടുക്കാതെ പോകുന്നു എന്ന് പറയുന്നത് പോണം പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുന്നു എന്നൊക്കെ പറയും. അതല്ല കേട്ടോ സത്യാവസ്ഥ. ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ടോളിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലിലാണ് പോവാറ്. പക്ഷേ അവർക്ക് വെയിൻ കിട്ടണമെങ്കിൽ മിനിമം ഒരു 10 കുത്തെങ്കിലും അവർ കുത്തു തന്നെ. പക്ഷേ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലത്തെ നഴ്സുമാർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം കേട്ടോ ഒരു പക്ഷേ അവർക്ക് ഒരു കുത്തിൻ്റെ മുകളിൽ എനിക്ക് അവർക്ക് എവിടെയെങ്കിലും വെയിൻ ഇന്ന് ഇവിടെയാട്ടത് വെയിൻ. ഇവിടെയൊക്കെ വെയിൻ ഇടുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. മുമ്പ് നിങ്ങൾ കാണാമല്ലോ, കാലിക്ക് ചിലപ്പം സെൻട്രൽ വെയിനാണ് ഇടുക. അപ്പോൾ എനിക്ക് മൈഗ്രെയിൻ അറ്റാക്ക് വന്നതാണ്. അത് അറ്റാക്കായിട്ട് വരുന്ന സമയത്ത് അപ്പം മൈഗ്രെയിൻ അറ്റാക്കോ എന്ന് ചോദിക്കും, അങ്ങനെയും പറയും. മൈഗ്രെയിന് പെട്ടെന്ന് കഠിനമായിട്ട് വന്ന് കണ്ണ് തുറക്കാൻ പറ്റാതെ വെളിച്ചം കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്ത് അതിനെ അങ്ങനെയാണ് ഡോക്ടർമാർ പറയാറ്. അത് കേട്ടിട്ടാട്ടോ ഞാൻ പറയുന്നത്. ഇനി ഞാൻ ഡോക്ടർ ഭാഗം പഠിച്ചിക്കോന്ന് ചോദിച്ചാൽ അന്നത്തെ ദിവസം ഞാൻ ലീവായിരുന്നേ, അതുകൊണ്ട് ക്ലാസ്സിൽ പോയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ണിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അറ്റൻഡർ പറഞ്ഞു, ആ കുട്ടീനെ വിടും, എന്നിട്ട് ആരും കയറിയാൽ മതി. കാരണം മൈഗ്രെയിൻ എവിടെ പോയാലും ഒരു മുൻഗണന കിട്ടാറുണ്ട്. അത് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ടായല്ല കേട്ടോ, മൈഗ്രെയിൻ ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എത്തിയും കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആകെ എക്സ്റേയുടെ ലൈറ്റാണ് അവിടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ലൈറ്റൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ ഇങ്ങോട്ട് ചോദിച്ചു, നീ ഒന്നായിട്ട് ഇരുട്ടാക്കിയിട്ടേ അടങ്ങുള്ളൂ എന്ന് ചോദിച്ചു. ആദ്യം ഭയങ്കര എന്താ പറയുക, ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു കേട്ടോ. ആൾക്ക് പതിയെയാണ് എന്നെ അറിയ പോലും ഇല്ലേ. ഇനി പറയണ്ട, നീ ഒരു ആർട്ടിസ്റ്റാണ്, അതുകൊണ്ടുള്ള നിനക്ക് ഇയറിംഗ് ആണ്, അതൊന്നും അല്ല കേട്ടോ. ആദ്യം എന്നെ അറിയ പോലും ഇല്ല, എന്നെ ദേഷ്യം പിടിക്കാറായിരുന്നു. കാരണം ഞാൻ അടിക്കുന്ന മരുന്ന് എന്ന് വെച്ചാൽ ഒരു അഡിക്ഷൻ വരുന്നൊരു മരുന്ന്, നമ്മൾ അഡിക്റ്റായി പോകുന്നൊരു മരുന്നാണ് ഞാൻ അടിക്കാറ്. എനിക്ക് വേറൊന്നും പറ്റൂല. അന്ന് ലാസ്റ്റ് വേറൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കഴിയുമ്പോൾ കാണുന്നത്
അപ്പോൾ അതിനും റിയാക്ഷൻ വന്നു. ഇനി എനിക്ക് ഒരൊറ്റ മരുന്ന് മാത്രമേ പറ്റുള്ളൂ. അത് അഡിക്റ്റ് ആവുന്ന മരുന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അഡിക്റ്റ് ആവും പോലെ അഡിക്റ്റ് ആവുന്ന ഒരു മരുന്നാണ് ഇപ്പം നിലവിൽ. ഇങ്ങോട്ടാരോ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ അടുത്ത് കേൾക്കാം ജസ്റ്റിനെ ഡി അഡീഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങളൊക്കെ പറയുമോ ഓൾ മദ്യപിക്കലുണ്ടായിരുന്നു, അവൾ MDMA അടിക്കാറുണ്ടായിരുന്നു, അവൾ കഞ്ചാവായിരുന്നു, ഇതൊക്കെ ഞങ്ങൾക്ക് മുമ്പേ അറിയാമെന്നൊക്കെ പറയണ്ടാവും. അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു കളിയാക്കിട്ടോ. നോക്കാരോ വന്നിക്കുമോ? അപ്പോൾ എന്നിട്ട് അങ്ങനെയാണ് സംഭവം. അതുകൊണ്ട് ഞാൻ കിടക്കുന്ന കിടപ്പ് കണ്ടപ്പോൾ മോനെടുത്ത് വെച്ചതാണ്. അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കുറേ ആൾക്കാരെ ഞാൻ അസുഖമായിട്ട് എന്നോട് പലരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടും വിളിച്ചിട്ടും കാണുമ്പോൾ ഒക്കെ പറയുന്നൊരു കാര്യമാണ്, കുട്ടി നീ എന്ത് വീഡിയോ വേണമെങ്കിലും പോസ്റ്റ് ചെയ്തോ, പക്ഷേ നിനക്ക് വയ്യാത്ത വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യല്ലേ, അത് എത്ര ആൾക്കാർ സന്തോഷിക്കുന്നുണ്ട് എന്നറിയോ എന്ന് ചോദിച്ച്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഞാനത് പോസ്റ്റ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഞാൻ കാരണം ഒരാളെങ്കിലും സന്തോഷിക്കുന്നുണ്ട്, എനിക്ക് അതാണ് ഇഷ്ടം. അത് എൻ്റെ അസുഖമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതെങ്കിൽ ഓക്കെ, എനിക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം ചിലർ പറയും ദൈവം നിന്നെ കനിഞ്ഞു തന്ന ഒരു അനുഗ്രഹമാണ്, നിനക്കത് കിട്ടണം എന്നൊക്കെ. ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് പൊതുവെ ആർക്കായാലും പല മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്നുള്ളതും പല ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ളതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണല്ലോ. അതിപ്പോൾ ഞാനായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിനിപ്പം ഭഗവാൻ എന്നെ ശിക്ഷിച്ചതാണെന്ന് പറയുന്ന പോലെ ഉണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഏതായാലും നിങ്ങൾ വിചാരിക്കും പോലെ ചത്തിട്ടോ ചാവാൻ വേണ്ടിയിട്ടോ ഒന്നും കിടന്നതല്ല, അത് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട്. കാരണം അത്രയും മെസ്സേജുകൾ വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ നിന്ന് ഈ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചിട്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തിയെന്നറിയോ, കാർ ഓടിച്ചിട്ടില്ല കേട്ടോ. ഇതിനു മുമ്പേ ഈ ഡോക്ടർ തന്നെയാണ് എന്നെ, ഈ ഡോക്ടറല്ല വേറൊരു ഡോക്ടർ, ഞാൻ പറഞ്ഞ ഡോക്ടർ വണ്ടി എന്നെ എങ്ങനെയോ ഓടിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഒരിക്കലും അത് ചെയ്യരുത്. ഇത് മൈഗ്രെയിൻ എനിക്ക് പെയിൻ മാത്രമായി വരില്ല, പക്ഷേ ഇന്ന് കുറച്ച് കഠിനമായി. ഞാൻ പറഞ്ഞില്ലേ പീരീഡ്സ് എൻ്റെ ആ ഒരു ഇതാണ്. അരുണേട്ടനും ആയിട്ട് തൽക്കാലം ബ്രേക്കപ്പ് ആയതല്ല, അറിയാലോ സ്വാമിമാർക്കൊന്നും ഇവിടെ നിൽക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഡേറ്റായി എന്ന് തോന്നിയപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവൻ്റെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇതുവരെ അങ്ങനെ പീരീഡ്സ് ഒന്നും ആയിട്ടില്ല, പക്ഷേ ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഞാൻ അവനെ പറഞ്ഞു വെച്ചതാണ്. സ്വാമിമാർക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അരുണുമായിട്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഞാൻ ബ്രേക്കപ്പായി. ഇനിയിപ്പോൾ നിങ്ങൾ അത് പറഞ്ഞ് സന്തോഷിക്കുവിൻ, ആഹ്ലാദിക്കുവിൻ. അവനെന്നാൽ 13 പോകുന്നത്. അപ്പോൾ ഇവിടെ പൊതുവേ നിൽക്കാറില്ല, പക്ഷേ എന്നെ പേടിച്ചിട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നോടുള്ള ഭയം കൊണ്ടായിരിക്കും. ഈ ഒരു ഇൻസിഡൻ്റൊക്കെ കഴിഞ്ഞതായിരുന്നല്ലോ, അതുകൊണ്ട് മാത്രമാണ് അവൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വീട്ടിൽ സാമിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ തൊട്ട് തീണ്ടലൊക്കെ ഭയങ്കര വിഷയമുള്ളൊരു സംഭവമാണല്ലോ. അതുകൊണ്ട് അവനും പോയി. അപ്പം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ടായപ്പോൾ മോൻ പോയി ഒരു ഓട്ടോ വിളിച്ചു വന്നു. കാരണം ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ നോക്കിയാൽ പോരാ, നിൻ്റെ മുമ്പിലുള്ള ആൾക്കാരെയും കൂടി നോക്കണം. കാരണം പെട്ടെന്ന് ലൈറ്റ്, എനിക്കൊരു കണ്ണിന് മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളായിരുന്നു, 2 കണ്ണിനും വന്നാൽ നമ്മൾ തനിയെ കണ്ണടച്ചു പോകും. പിന്നെ ആക്സിഡൻ്റ് ആയി, എനിക്കും പറ്റി, അവർക്കും പറ്റി, കൂടെയുള്ള ആൾക്കാർക്കും പറ്റി. എന്തിനാണത്? അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത്. ഓട്ടോ വിളിച്ചിട്ടാണ് തിരിച്ചു വന്നതും. വന്നപാടക്ക് ഞാൻ അതിൻ്റെ ഒരു മഴക്കം ഉണ്ടാവാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു അഡിക്റ്റ് ആയിട്ടുള്ള മരുന്നാണെങ്കിൽ പോലും അതിന് ഭയങ്കര ഉറങ്ങിയ പാടക്ക് ജസ്റ്റ് ഒന്നും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു, ഞാൻ കിടന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നേഴ്സിനോട് ഞാൻ ചോദിച്ചു, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റാണല്ലോ. ഞാൻ നേഴ്സിനോട് ചോദിച്ചു, സിസ്റ്റർ എനിക്കൊരു ബെഡ്ഷീറ്റ് തരുമോ, വീട്ടിൽ പോയാൽ കുളിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല എന്നു എടുത്തോളൂ എന്ന് പറഞ്ഞു. കൊയിലാണ്ടി ഹോസ്പിറ്റലിലത്തെ ഡോക്ടർമാരെയും നഴ്സുമാരെ പറ്റി പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഇതിനു മുമ്പേ ഞാൻ ഒരു ബ്രദറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ ബ്രദർമാരോ എന്ന് ചോദിച്ചിട്ട്. നഴ്സുമാരാ പെൺകുട്ടികളാണെങ്കിൽ സിസ്റ്റർ എന്നും, ആൺകുട്ടികളാണെങ്കിൽ ബ്രദർ എന്നുമാണ് പറയാറ്.
അപ്പോൾ സിസ്റ്റർ എനിക്കൊരു ബെഡ്ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിലെത്തിയപാടേക്ക് ഞാൻ മോന് 2 ചപ്പാത്തിയും ചുട്ട് തന്നു. അതുവരെ ഒന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത് 11:30 12 മണിക്ക്. ഞാൻ പെയിൻ കുറയോ എന്ന് മാക്സിമം നോക്കി. പക്ഷേ പിന്നെ വെളിച്ചം തട്ടുന്നത് എനിക്കൊരു വിഷയമായി വന്നപ്പോൾ പിന്നെ മെല്ലെ വിട്ടുവിട്ടതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അവനൊരു ജ്യൂസ് മേടിച്ചു തന്നു. അത് കുടിച്ചപ്പോൾ പിന്നെ ഒന്ന് ബോഡി ഒന്ന് ഒരു ഡോക്ടർ ട്രിപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പൊന്നും ഇട്ടിട്ടില്ല. ഇതിനുള്ള പെയിൻ കില്ലർ അടിച്ച് പോകുന്നതാണ്. അപ്പോൾ വീട്ടിലെത്തി 2 ചപ്പാത്തിയും കിടന്ന് ഉറക്കാണ്. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. ഇത്രയും ആൾക്കാർ മെസ്സേജ് അയക്കാൻ ഞാൻ ചുമ്മാ ഒരു ഇതിനെടുത്തിട്ടതാണ്. ഹോസ്പിറ്റലല്ലേ, എല്ലാവർക്കും കാണുമ്പോൾ എത്ര ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ടാവും. നിങ്ങൾ അത് ചിന്തിക്കൂ. എന്നെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാർ ചിന്തിക്കൂ. നമ്മളുടെ പതനം മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ പതനത്തിലേക്ക് പോകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഹോസ്പിറ്റലായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ആ വീഡിയോസ് കാണുമ്പോൾ ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ ചിരിച്ചോട്ടെ, അവർക്ക് നമുക്കൊരു അവസരം കൊടുത്തോട്ടെ ചിരിക്കാൻ. നമുക്കാരെയും ചിരിപ്പിക്കാനല്ലേ പറ്റാത്തത്, കരയിപ്പിക്കാൻ ആർക്കും പറ്റും കരയിപ്പിക്കാൻ. പക്ഷെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും പറ്റുന്നൊരു സംഭവമല്ല. ഇപ്പോൾ അമ്മു എന്ന് പറഞ്ഞ ആ കുട്ടീനെ കണ്ടില്ലേ? ഞാൻ അമ്മൂസേന്ന് സ്നേഹം കൊണ്ട് വിളിച്ചു പോയതാ കേട്ടോ. ആ അമ്മു എന്ന് പറയുന്ന കുട്ടീനെ കണ്ടില്ലേ? എന്താ അമ്മൂന്നോ എന്ത് തന്നെ ആയാലും ആ കൊച്ചിനെ നിന്ന് ഞാനങ്ങ് കെട്ടി എടുത്താൽ മതി എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അമ്മയാണ്. ആ കുട്ടിയുടെ അമ്മയാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അമ്മയാണെങ്കിൽ സിന്ദൂരം കണ്ടിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞ കുട്ടിയാണെന്ന് മനസ്സിലായി. യഥാർത്ഥത്തിലൊരു അമ്മയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം എനിക്ക് 2 കുഞ്ഞുങ്ങളുള്ളത്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നീ നിൻ്റെ മക്കളെക്കുറിച്ച് ഓർത്തോ എന്നുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് എൻ്റെ മക്കൾ വയ്യാതാരായാലും വേണ്ടിയില്ല, ഞാനൊന്ന് ചത്ത് കിട്ടിയാൽ മതി. അല്ലേ, ഒരു ഉപദ്രവത്തിനും പോകുന്നില്ലടോ. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ ആണ് ആ കുട്ടിക്ക് ഉപദ്രവമായിട്ട് വരുന്നതെങ്കിൽ ആ കുട്ടിക്ക് അത് എന്നെ ബ്ലോക്ക് ചെയ്ത് അങ്ങ് പോയാൽ മതി. എന്നോട് സ്നേഹം, എന്നെ കാണണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ ഫോളോ ചെയ്യുകയും പിന്നെ എൻ്റെ കൂടെയും ചെയ്താൽ മാത്രം മതി. അല്ലാത്തവരൊക്കെ പോയിക്കോളൂ. പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് എൻ്റെ വീഡിയോസ് കാണുന്നത്. അതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലായത്. അപ്പം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് മറുപടി ഞാൻ ഇട്ടതാണ്. ചോദ്യത്തിനുള്ള മറുപടി തരാൻ പറ്റാത്ത, ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, കണ്ണിൻ്റെ ഒരു ഇഷ്യൂ. വെളിച്ചം തട്ടുന്നതൊക്കെ ഇപ്പം റെഡി ആയിട്ടോ. അവിടെ നിന്ന് റെഡി ആയ ഇനീഷ പോയി, അങ്ങോട്ട് ഇങ്ങനെ പോയത്. ആ ഡോക്ടർ ഇങ്ങനെ ചിരിപ്പിച്ചാൽ പകുതി മുക്കാൽ അസുഖം പോയി തന്നെ പറയാം. നീ ഒന്നായിട്ട് ഇവിടെ ഇരുട്ടാക്കിയിട്ടേ പോളൂലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അറിയാം ഇതിന് എത്രത്തോളം ആഴത്തിലാണ് വേദന വരിക എന്നുള്ളത് ഡോക്ടർമാർക്ക് വരെ അറിയാം. അത് അറ്റൻഡർക്കറിയാം. അതിനെക്കാട്ടിലും സീരിയസ് ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ആരൊരു തലകറങ്ങി വീണൊരു പേഷ്യൻറ്റിനെ കൊണ്ടുവന്നപ്പോൾ അറ്റൻഡർ പറഞ്ഞു, ആ കുട്ടീനെ വിട്ടിട്ടേ നിങ്ങൾ ഇവരെ വിടാവുകയെന്ന്. കാരണം തലകറങ്ങിയ ആൾ സ്ട്രെച്ചറിലാണുള്ളത്, വീൽ ചെയറിലാണുള്ളത്. പക്ഷെ അതുപോലല്ല എനിക്കെന്ന് വെച്ചാൽ ഭൂലോകം തിരിയാതാവും, പിന്നെ സൗണ്ട് പ്രശ്നമാവും, ആൾക്കാർ വിഷയമാവും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നൊരു അസുഖമാണ് ഈ മൈഗ്രെയിൻ. ഈ പണ്ടാരത്തിനൊരു ചികിത്സയില്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ മാസങ്ങളോളം തന്നെ അവർ മെഡിസിൻ ഇപ്പം ഇക്രയിൽ കാണിച്ചിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷേ പീരീഡ്സിൻ്റെ സമയത്തുള്ള പെയിൻ മാറ്റാൻ അവർക്ക് ആർക്കും പറ്റുന്നില്ല. കാരണം അത് ആ ഒരു സമയത്താണ് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുക എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ചോദിച്ചു, എന്തുവാ ഡോക്ടറെ ഈ ഒരു ടൈമിന് മാത്രം, ഈ ഒരു പീരീഡ്സ് അടുത്ത ഒരു 2-3 ദിവസം തൊട്ടിട്ട് പീരീഡ്സ് കഴിയോളും എനിക്ക് ഒട്ടുക്കമത്തെ തലവേദനയും വയറുവേദനയായിരിക്കും. വയറുവേദനയുടെ കൂടെ തലവേദന, മൈഗ്രെയിൻ അറ്റാക്ക് കൂടെ വന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് എൻ്റെ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ, ഇതുകൊണ്ടാണ് ഹോസ്പിറ്റലിലായത്. അപ്പം വേറെ ആത്മഹത്യ നാടകമൊന്നുമല്ല കേട്ടോ. ആരും അതോർത്ത് ടെൻഷനാവുകയും സന്തോഷിക്കുകയും ഒന്നും ചെയ്യേണ്ട. ടെൻഷനാവുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം, സന്തോഷിക്കേണ്ട ആരും കേട്ടോ. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം. ടാറ്റാ.